നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലപ്പെട്ട ലിബിയൻ ഏകാധിപതിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ മകനും ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമിയായി കരുതപ്പെട്ടിരുന്നയാളുമായ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലിബിയയിലെ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 53-കാരനായ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി ചൊവ്വാഴ്ചയാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തതയില്ലെന്നും സിൻറ്റാൻ നഗരത്തിലെ വീട്ടിൽ വെച്ചാണ് കൊലപാതകമെന്നുമാണ് സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. 4 അംഗ കമാൻഡോകളാണ് ആക്രമിച്ചതെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർക്കുന്നത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാർത്താ ഏജൻസിയായ AFPയോടക്കം പ്രതികരിച്ചു. ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഓഫീസ് മേധാവിയാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. എന്നാൽ ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നോ ആക്രമണത്തിന്റെ ഉദ്ദേശം എന്താണെന്നോ ഉള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. അതേസമയം അൾജീരിയൻ അതിർത്തിക്ക് സമീപമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും സെയ്ഫിന്റെ സഹോദരി ലിബിയൻ ടെലിവിഷനോട് പറഞ്ഞു. ലിബിയയുടെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു സെയ്ഫ് അൽ ഇസ്ലാമിന്റെ ജീവിതം. പിതാവിന്റെ ഭരണകാലത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. 2011 ഗദ്ദാഫി ഭരണകൂടത്തെ താഴെ ഇറക്കിയ വിപ്ലവത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. അൾജീരിയയുടെ അതിർത്തിയിലാണ് സിൻറ്റാൻ നഗരം. മുഅമ്മർ ഗദ്ദാഫിക്ക് ശേഷം ലിബിയയിലെ ഏറ്റവും ശക്തനും സ്വാധീനശേഷിയുള്ള വ്യക്തിയുമായാണ് സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിയെ വിലയിരുത്തുന്നത്. 1969 മുതൽ 40 വർഷത്തോളം ലിബിയ ഭരിച്ച മുഅമ്മർ ഗദ്ദാഫി 2011 കൊല്ലപ്പെട്ടത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ സെയ്ഫ് അൽ ഇസ്ലാം ഏറെക്കാലം ഒളിവിൽ കഴിയുകയായിരുന്നു. 2011 നവംബറിൽ സഹാറ മരുഭൂമിയിൽ വെച്ച് പിടിക്കപ്പെട്ട അദ്ദേഹം വർഷങ്ങളോളം സായുധ സംഘങ്ങളുടെ തടവിലായിരുന്നു. പിന്നീട് മോചിതനായ അദ്ദേഹം 2021 ലിബിയയിൽ നടക്കാനിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിരുന്നു. ഇത് ലിബിയയിലെ വിവിധ രാഷ്ട്രീയ ചേരികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും കാരണമായിരുന്നു. ഔദ്യോഗിക പദവികളൊന്നുമില്ലാതിരുന്നിട്ടും ലിബിയയിലെ വിവിധ ഗോത്രവർഗ വിഭാഗങ്ങളെയും സായുധ ഗ്രൂപ്പുകളെയും ഏകോപിപ്പിക്കാൻ കഴിയുന്ന നിർണായക ശക്തിയായി അദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നു. നേരത്തെ ലിബിയയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സെയ്ഫ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. ലിബിയയുടെ കൂട്ടനശീകരണ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനായുള്ള ചർച്ചകൾക്കും 1988 ലോക്കർബി വിമാന സ്ഫോടനത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്കുമുള്ള നഷ്ടപരിഹാര ചർച്ചകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ലിബിയയെ പരിഷ്കരിക്കാനും പുതിയ ഭരണഘടന നടപ്പിലാക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പിതാവിന്റെ ഭരണത്തിനെതിരെയുള്ള വിപ്ലവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കുകയായിരുന്നു. മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പേ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. 2011 പ്രക്ഷോഭകാലത്ത് പ്രതിഷേധക്കാർക്കെതിരെ സൈനിക നടപടിക്ക് ഉത്തരവിട്ടു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണം. ഗദ്ദാഫി കുടുംബത്തിന്റെ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കാനുള്ള സെയ്ഫിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല.